ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഐസ്ക്രീമോ കസ്റ്റാർഡോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല ടേസ്റ്റ് ഉള്ളതും മധുരമുള്ളതും പിന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിൽ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിന്റെ കുരൊക്കെ കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമും കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് അനാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിൾ ആണ്. പിന്നെ ഞാൻ പഴം എടുത്തിട്ടുണ്ട്, ഞാലിപ്പൂവനാണ്. ചെറിയ ഒരു കഷ്ണം പൈനാപ്പിളും പിന്നെ പേരക്കയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ല മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നട്ട്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഞാൻ പാലിലടിക്കുന്നത് കൊണ്ട് ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല നട്ട്സ് ഒന്നും. അപ്പൊ എല്ലാതും നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ ഫ്രൂട്ട്സും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർക്കാനായി വെച്ചിട്ടുള്ള പാലും ഈത്തപ്പഴവും നട്ട്സും കൂടി ഉള്ളത് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം. അതങ്ങനെ അടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് വേറെ മധുരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈത്തപ്പഴത്തിന് നല്ല മധുരമുള്ളതാണ്. പിന്നെ നട്ട്സും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട്. അത് 2-3 ടീസ്പൂൺ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നന്നായി തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്